ഹലോ, അപ്പം നമ്മൾ നാട്ടിലുള്ള വേറൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കണേ. അതായത് നമ്മളുടെ പണികളും പൂജയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയ ഒരു ദിവസം, ആകെ ഒരു ദിവസം നമുക്കങ്ങനെ കിട്ടിയുള്ളൂ. അത് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ആയിട്ട് കുട്ടികൾ ഫുൾ ഡേ കളിച്ചിരിക്കുകയായിരുന്നു. കാരണം കണ്ണനന്ന് സ്കൂളുണ്ടായിരുന്നിട്ടും അവൻ പോയില്ല. കാരണം ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് തീരുമാനിച്ചു, എന്നാൽ പിന്നെ കുട്ടികളെയും കൊണ്ടൊന്ന് കറങ്ങി ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോലെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇതുവരെ റീൽസിലും പിന്നെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ലേ, അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കുട്ടികളെ കൊണ്ട് പോയി. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചടുത്താണ് കേട്ടോ. അതായത് ഒരു മണ്ണുത്തിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാഷണൽ ഹൈവേയിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം എത്തിയ പോലെ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞു. കുട്ടികൾ ഫുള്ള് കാറിൽ കിടന്ന് ഒച്ചവെക്കലും ബഹളവും കളിയും ഗെയിം കളിക്കലും അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും വേഗം എത്തിയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ എത്തി. നമ്മളുടെ അത്ര വലിയ തിരക്കൊന്നും അന്ന് എന്തോ ഭാഗ്യത്തിനുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല ശരിക്കും എന്താണ് ശനിയാഴ്ച ഈവനിങ് ആയിട്ട് തിരക്കില്ലാത്തതെന്ന്. ആ സമയത്ത് ഇവിടെ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പാർക്കിംഗ് പോലും കിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഇത് പുതിയതാണല്ലോ, അപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞൊക്കെ വരുന്നേ ഉണ്ടാവുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. അറിഞ്ഞ് ആൾക്കാർ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാറ്റർഡേ സൺഡേ ആണല്ലോ മോളിൽ ഇത്രയും തിരക്കുണ്ടാവാറ് സാധാരണ. ഞങ്ങൾ പോയപ്പോൾ എന്തോ കാലിയായിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു 3 മണി സമയത്ത് പോയതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഒരു 6 മണിക്കൊക്കെ ശേഷമായിരിക്കും ചിലപ്പോൾ ആൾക്കാർ വരാൻ പോണേ. പിന്നെ തിയേറ്ററൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ പല ഷോപ്സും അവിടെ ഓപ്പൺ ആയിട്ടില്ല, ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് അവിടെ ഉള്ളത് ഈ ലുലുവിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ഡെയിലി മാർക്കറ്റ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങോട്ടാണ് ആദ്യം നമ്മൾ പോയത്. ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ എത്തി. ഞങ്ങളിപ്പോൾ എങ്ങടെ പോണേ ഹായ് പറയും. മക്കളെ അച്ഛാ ഹായ് പറയും. ഞങ്ങൾ സെറ്റായിട്ടായിരുന്നു കേട്ടോ നടക്കണ്ടായിരുന്നത്, പെയറായിട്ട്. കാരണം ഒരുമിച്ച് കുട്ടികളെ വിടാനും തോന്നുന്നില്ല, ഓടി നടക്കാണ്. ഭയങ്കര വികൃതികളാണ് ഒരുമിച്ച് കൂടുമ്പോൾ. അപ്പോൾ ഡിച്ചുവിന് ചേച്ചി മതി എന്ന് പറഞ്ഞ് ചേച്ചിയുടെ കൈ പിടിച്ച് നടന്നു. കണ്ണൻ പിന്നെ വല്യമ്മയുടെ കൂടെ നടക്കുള്ളൂ. ഞാനും കിത്തും കൂടി നടന്നു. അങ്ങനെയായിരുന്നു. പിന്നെ പല വഴിക്കായി എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. മോളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അധികം ഓപ്പൺ ആവാത്തതുകൊണ്ട് അങ്ങനെ തിരക്ക് തോന്നിയില്ല, ഒരു സമാധാനം ഉണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ കാണാൻ മാത്രമൊന്നും അങ്ങനെ എല്ലാം ഓപ്പണൊന്നും ആയിട്ടില്ല. പക്ഷെ എല്ലാം ഓപ്പൺ ആയിട്ടും നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് കോർട്ടാണ്. വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിശപ്പിൻ്റെ വിളി വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് കഴിക്കും എന്നുള്ളത്. അങ്ങനെ ആർക്കും ഒരു പിടി കിട്ടണില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈവനിങ് ടൈമല്ലേ, അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ വന്നിരുന്ന് പിന്നെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. നിൽക്കുന്നു വാഫിൾ മതി എന്ന് പറഞ്ഞു. അവിടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ വാഫിൾ മതി, വേറെ ആർക്കും അത് വേണ്ട. ഞങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് ടീ ജംഗ്ഷനിൽ പോയിട്ട് ഈ മലബാറി സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കാണാത്തതും കേൾക്കാത്തതും. അതായത് കേട്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ, പക്ഷെ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ 1-2 സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാൻ ഉള്ളിലുണ്ട്. ഇത് ഗിഫ്റ്റിലാട്ടാ അൺബോക്സ് ചെയ്യാൻ. കിത്തുവിനും ഡിച്ചുവിനും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അവരെന്തൊക്കെയാണ് കഴിക്കാമെന്ന് കിത്തുവിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവൾ വാങ്ങിക്കും, പക്ഷെ ചിലതൊന്നും കഴിക്കാറില്ല. ആ ഒരു പേടിയിൽ വലിയ റിസ്ക് എടുക്കാണ്ട് നമ്മൾ ഓറിയോ മിൽക്ക് ഷേക്ക് മതി എന്ന് പറഞ്ഞ് 2 പേർക്കും അത് വാങ്ങിച്ചു. കഴിക്കാൻ എന്തെങ്കിലും കിത്തുവിനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഡിച്ചു പിന്നെ ഇടയ്ക്ക് പിസയിലേക്ക് വഴി മാറി, കുഴപ്പമില്ല. ബാക്കി സംഭവങ്ങൾ എല്ലാതും ടേസ്റ്റ് ചെയ്തു കേട്ടോ, ജസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ചിക്കൻ പിന്നെ ഞാൻ മാത്രമാണ് മെയിനായിട്ട് കഴിക്കുക, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയുള്ളൂ. പിന്നെ അവിടുന്ന് കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവിടുന്ന് നമ്മൾ ഈ ഒരു ആ മോളിൻ്റെ ഫുള്ളൊരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായി. ശരിക്ക് മിനിയേച്ചർ മോഡൽ എന്നൊക്കെ പറയണ പോലെ നന്നായിട്ടുണ്ടത്.
അവിടുന്ന് പിന്നെ നമ്മൾ നേരെ താഴെ ഇറങ്ങിയിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഹൈപ്പർ മാർക്കറ്റ് അല്ല അതില്ല, ഡെയിലി മാർക്കറ്റിൽ പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അത് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല ഉള്ളിൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോ എടുത്തില്ല ഞാൻ. കാരണം അവരെന്തെങ്കിലും പറയുമോ ഒന്നും അറിയില്ലല്ലോ. ഗോപ്രോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ച് നിർത്തിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പുറത്തേക്കേ എടുത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഇവർ പിന്നെ ഇവിടെ ഓടി തുടങ്ങിയിട്ടാണ്. കാരണം കടകളൊന്നും തുറക്കാത്തതുകൊണ്ട് ഫുൾ ഷട്ടറിലല്ലേ. അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഫുൾ ഓടി കറങ്ങി തിരിഞ്ഞ് വന്നു അവർക്ക് എന്തെങ്കിലും നല്ല കഴിച്ചതൊക്കെ ജയിക്കാനുള്ള ഓട്ടം ഓടി അവർ. അങ്ങനെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ പോകണമായിരുന്നു അന്ന് ഈവനിങ്. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമുക്ക് ചെന്നൈയിൽ വരണമായിരുന്നു. അതുകൊണ്ട് അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല അവിടെ. ജസ്റ്റ് ഒന്ന് കണ്ടു, 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനം തന്നെ, കുട്ടികളെ കൊണ്ടൊന്ന് പുറത്ത് പോകാൻ പറ്റി. ആ ഒരു ഇതാണ്. കാരണം നാട്ടിൽ വന്നിട്ട് നമ്മൾ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രം ഒന്ന് തൃശ്ശൂർ പോയി വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾക്കൊരു ചേഞ്ചായി എന്ന് മാത്രം. ഇവിടുത്തെ ചെന്നൈയിലത്തെ മോളൊക്കെ കണ്ടതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരു മറ്റു കുട്ടികൾ അവർക്കും അതെ കണ്ണനിടിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്കും അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഇല്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പുറത്ത് പോകാമെന്നുള്ളതാണല്ലോ മെയിനായിട്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, തിന്നാനും കുടിക്കാനൊക്കെ, അതാണല്ലോ മെയിൻ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വലിയ വിശദമായിട്ടുള്ള വലിയ വീഡിയോകളൊന്നും ഇപ്രാവശ്യം നാട്ടിലെടുക്കാനും പറ്റിയിട്ടില്ല. മെയിനായിട്ടുള്ള 1-2 വീഡിയോസ് ഞാൻ ആ വീടിൻ്റെ കാണിച്ചല്ലോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ചെന്നൈയിൽ നിന്നായിരിക്കുന്നു തോന്നുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞാ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 1000 ആയി. ഇത്രയും വർഷമായിട്ട്, അതായത് ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടുന്നെങ്കിൽ ഇപ്പോഴാണ് 1000 ആയേക്കണേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഉപകാരപ്പെട്ട എന്തെങ്കിലും കണ്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.